പിതാവ് മരിക്കണേൻ്റെ തലേ ദിവസം എന്നെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. നിങ്ങൾ വന്നേന്നവർ ചെന്നു. ഒടുവിൽ പറയുന്ന വാക്കുകളാണല്ലോ, ഞാൻ നാളെ കടന്നു പോകും. അവന് കൃത്യസമയം അറിയായിരുന്നു. അത് പിന്നെ അധികം സംസാരിച്ചിട്ടില്ല. നാളെ ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചെന്നു. എനിക്ക് നിനക്ക് തന്നേച്ചാൻ വേറെ ഒന്നും എൻ്റെ കൈവശമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം എൻ്റെ വേദവസ്തു എടുത്തുകൊണ്ട് വന്നു. വേദവസ്തം കൊണ്ടുവരാൻ പറഞ്ഞു. വേദവസ്തം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതാണ് തരാനുള്ളൂ, ഇത് നീ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അപ്പം ഒരു വാക്ക് പറഞ്ഞു, ഇതെടുത്തിട്ട് നീ കർത്താവിൻ്റെ സാക്ഷിയാവണം. നിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തും, അതിലുള്ളതെല്ലാം ഇതിലുണ്ട്. ഈ പുസ്തകം എടുത്തുകൊണ്ട് വന്നാൽ മതി, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ആ അനുഗ്രഹം എനിക്ക് പിന്നീട് കിട്ടി. വളരെ പ്രയാസം കടന്നു പോയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി. മൂത്തമാന് വെളിയിൽ പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രയാസം തീർന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് തീർന്നത്. പിന്നെ കുറേ കഴിച്ച് വീന് ജോലി കിട്ടി. അവരങ്ങ് കല്യാണം കഴിച്ച് വേറെ പോയല്ലോ. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് എൻ്റെ പിതാവിൻ്റെ ആ വാഗ്ദത്തല്ലേ പിതാവ് തന്ന അനുഗ്രഹം അന്ന് മുതലേയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. ആ കർത്താവിനെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഞാൻ പെരുമ്പാവൂരിനടുത്ത് ക്രാരിയേലി എന്ന സ്ഥലത്താണ്. ഇവിടെ വരാനായിട്ട് പ്രത്യേക ഒരു കാരണമുണ്ട്. ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിന് 93 വയസ്സുണ്ട്. MJ പത്രോസ് എന്നാണ് പേര്. ബ്രദറൻ സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്നു. താൻ അനവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ക്രൈസ്തവ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഇപ്പോൾ ഈ ദൈവദാസനെ പരിചയപ്പെടാനായിട്ടുള്ള കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട PP മത്തായി കുഞ്ഞ് ഉപദേശിയാണ്. ഉപദേശിയെ കഴിഞ്ഞ വർഷം ഞാൻ ഉപദേശിയുടെ ജീവചരിത്രം യൂട്യൂബിൽ ഇട്ടിരുന്നു. ഒരുപാട് പേര് കാണുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇന്ന് നമുക്ക് ഈ MJ പത്രോസ് 93 വയസ്സുണ്ട്. ഇപ്പോൾ വിശ്രമത്തിലായിരിക്കുന്നു. എന്നാൽ തനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് ഈ ബഹുമാനപ്പെട്ട ദാസനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സാജു തോമസ്. അപ്പോൾ ഞാൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ഇവിടെ എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഉറക്കെ പറഞ്ഞു. ചുരുക്കമായിട്ട് പറയാം. എൻ്റെ പേര് MJ പത്രോസ് എന്നാണ്. കഴിഞ്ഞ 87 വർഷം മുമ്പ് ഈ സ്ഥലത്ത് വന്ന് താമസമായി. വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ സാഹചര്യം, എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു ബ്രദർ സഭയിലേക്ക്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ ഒരു ചെറിയ സഭയുണ്ടായിരുന്നു ക്രാരിയേലിൽ, ബ്രദർ കൂടിയവരുണ്ടായിരുന്നു. സുവിശേഷ വിലയ്ക്ക് ഒരാളെ ആവശ്യവും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിതാവ് സ്നാനമേൽക്കുന്നത്. അങ്ങനെ സ്നാനം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വേങ്ങൂർ എന്ന സ്ഥലത്ത് സ്നാനശുശ്രൂഷ നടന്നിട്ടേ ഇല്ല. ആദ്യമായിട്ട് പിതാവിൻ്റെ ശുശ്രൂഷയാണ് നടന്നത്. വളരെയധികം ജനങ്ങൾ കൂടി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. സ്നാനമേറ്റ സ്വന്തം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവിനോട് ചോദിച്ചു, സ്നാനപ്പെട്ട എവിടെ കിടക്കുന്നത്? മാർത്തോമാരുടെ സ്ഥലത്ത് പോകണല്ലോ. അപ്പം മുമ്പ് ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട മാർത്തോമ. അപ്പം പറഞ്ഞൊരു വാക്ക് വളരെ വിശ്വാസത്തിൻ്റെ വചനങ്ങളായിരുന്നു. കർത്താവ് കരുതും, മരത്തിൻ്റെ ചോട്ടിൽ കിടക്കേണ്ടി വന്നാലും ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും എന്ന് തീരുമാനിച്ചു. സ്ഥലം കാണാതെ സ്നാനമേറ്റു. സ്നാനമേറ്റ ഉടനെ തന്നെ ഞങ്ങൾക്ക് ദൈവം ഒരു സ്ഥലം കരുതി. അതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ന് ഈ പറയുന്ന സ്ഥലം ക്രാരിയേലി. 70 സ്ഥലം ദൈവകൃപയാൽ ദൈവത്തിൻ്റെ മക്കൾ അംഗമാരിലെ സഹോദരന്മാർ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ സന്തോഷമായി താമസിക്കുന്നു. പിതാവൊക്കെ നിത്യയിലേക്ക് പ്രവേശിച്ച് പിതാവും മാതാവും കടന്നുപോയി. പിതാവ് സുവിശേഷകനായിരുന്നു. അപ്പോൾ 87 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. 87 വർഷമായി. അപ്പം ഉപദേശി ഈ സുവിശേഷ വേലയിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? എത്ര വർഷമായി സുവിശേഷ വേലയിലേക്ക് വന്നിട്ട്? സുവിശേഷയിലേക്ക് വന്നിട്ട് 51 വർഷം. 51 വർഷമായി. 51 വർഷം. അതിനുമുമ്പ് സാധാരണ ജോലിയൊക്കെ ചെയ്താണ് ഇവിടെ പോയത്. അങ്ങനെ വന്നപ്പോൾ സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഭാരം ഉണ്ടായി. അപ്പൻ സുവിശേഷനായിരുന്നല്ലോ. അപ്പൻ സുവിശേഷത്തെക്കുറിച്ച് പറയാറുണ്ട്, നീയും കർത്താവിൻ്റെ വിലയുണ്ടെന്നൊക്കെ ഓർപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു തീരുമാനമെടുത്തില്ല. അതിന് കാരണം പലതുണ്ട്. കുടുംബത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടൊക്കെ ഞാനും ഒരു തീരുമാനമെടുത്തു. ഇനിയുള്ള ആയുസ് എൻ്റെ കർത്താവിൻ്റെ
വചനം അറിയിക്കാനായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 51 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലൊന്നും സൗകര്യങ്ങളൊന്നും കാണാതെ ആരും ഒരു വാക്കും പറയാതെ എൻ്റെ കർത്താവിനെ നടത്തും എന്നുള്ള വിശ്വാസത്തോടെ കാലടികൾ എടുത്തു വെച്ചു. കഴിഞ്ഞ 51 വർഷമായിട്ട് ദൈവാത്ഭുതമായി ഞങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി? സാധാരണ ജോലിയൊക്കെ ആയിരുന്നു. സാധാരണ പണിയൊക്കെ ആയിരുന്നു. പ്രത്യേക ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം 51 വർഷമായി. 51 വർഷം. ഇപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്? സുവിശേഷ വേല ക്രാരിയിലായിരുന്നല്ലോ. ക്രാരിയിൽ സഭയുള്ളവർ ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ബന്ധത്തിൽ തന്നെ അനേക സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് സുവിശേഷം വേറെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാരണം ഒരു പാട്ട് പാടാനുള്ള കൃപ എനിക്ക് തന്നിരുന്നു. പ്രിയ മത്തായി കുഞ്ഞും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് പാടിക്കാനുള്ള കഴിവ് ദൈവം നൽകിയതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കാനായിട്ട് പോയിട്ടുണ്ട്. പല കൺവെൻഷന് പോയിട്ടുണ്ട്. അല്ലാത്ത യോഗങ്ങൾക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി പാട്ട് പാടിയിട്ടുണ്ട്. സുവിശേഷയിലേക്ക് വേറെതിന് മുമ്പ് തന്നെ. പിന്നെ സാധാരണ യോഗങ്ങൾക്കും രാത്രി യോഗങ്ങൾ, പരസ്യയോഗങ്ങൾ, ഇടയ്ക്കുള്ള മാസയോഗങ്ങൾ ഇങ്ങനെയുള്ള യോഗങ്ങളിലും സജീവമായി സംബന്ധിച്ചിരുന്നു. സുവിശേഷത്തിന് വേറെ തിരിഞ്ഞിട്ടില്ല. എങ്കിലും സുവിശേഷ വേല സാധാരണ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവത്തിന് സംസാരിച്ചു, കർത്താവിന് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുന്നത്. അതൊരു പ്രാർത്ഥന യോഗത്തിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. അത് 51 വർഷം മുൻപ്. അന്ന് മുതൽ ഇന്ന് വരെയും അനുഗ്രഹമായി നടത്തുന്നു. അനേക സ്ഥലങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോയിട്ടുണ്ട്. പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ പലതുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ വാളറ എന്ന് പറയുന്ന സ്ഥലത്ത് 3 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അടിമാലിക്കടുത്ത്. അതിനടുത്തുള്ള കോതമംഗലം അവിടെ 2 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓടക്കാലിയിൽ 3 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. വേങ്ങൂര് 3 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ദൈവനം അറിയിച്ചിട്ടുണ്ട്. ധാരാളം യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ദൈവം അനുഗ്രഹമായി ഈ 51 വർഷം എന്നെ നടത്തുന്നു, അനുഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു പറഞ്ഞ പോലെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഈ കൃപയിലാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അവർ മക്കൾ എത്ര പേരാ? 4 പേര്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാൾ ഇരിങ്ങാലക്കുടയിലാണ്. അവിടെ ജോലി ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം ജോലിയില്ല. കുറേ ആൾ വെളിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ അധികം അനുഗ്രഹിച്ചു. ഇവിടെ താമസിക്കുന്ന മകന് 2ാമത്തെ മകനാണ്. അവൻ ഫാർമസിസ്റ്റായിരുന്നു. അങ്ങനെ ജോലി ദൈവം കൊടുത്തു. പിന്നെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. അവരും സന്തോഷമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുള്ളവത്തിൽ മുമ്പോട്ട് പോകുന്നു. എല്ലാവരും ഈ ബ്രദറൻ കൂട്ടായ്മയിലാണ്. എല്ലാവരും ബ്രദറൻ കൂട്ടായ്മയിലാണ്. എല്ലാവരും ബ്രദറൻ കൂട്ടായ്മയിലാണ്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ സ്വന്തമായിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ കൂടാതെ ഇനി സഹപ്രവർത്തകർ പലരുണ്ട്. ഒന്ന് മത്തായി കുഞ്ഞ് എന്ന് പറഞ്ഞ പാസ്റ്റർ, അതുകൂടാതെ KS ജോസഫ് എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ വേറെ പലരും. KM ബേബി പ്രധാന ഒരു സഹപ്രവർത്തകനാണ്. അങ്ങനെ പിന്നെ ഓടക്കാലിൽ MC ചാക്കോ കുരുടനായിരുന്നു. കുരുടനായാൽ രക്ഷിക്കപ്പെട്ടു വന്നു. ഭിക്ഷക്കാരനായിരുന്നു. ആ ഭിക്ഷക്കാരൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ കണ്ണറിയാത്തതുകൊണ്ട് ഈ മനുഷ്യനെ അനേക സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഈയെ പിടിച്ച്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം? ഇല്ല, മരിച്ചു. അദ്ദേഹം കടന്നുപോയി. എങ്കിലും അദ്ദേഹം ഞാനും ഒരുമിച്ച് അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായിട്ടുണ്ട്. അനേക ഇങ്ങനെയുള്ള കൺവെൻഷനിൽ പാട്ട് പാടുവാൻ അദ്ദേഹത്തിന് പാട്ട് പാടാൻ കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം തപ്പടിക്കുന്നതിൽ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. പോകുന്നിടത്തെല്ലാം ഈ തപ്പ് കൊണ്ട് കിടക്കും. അത് ആളുകൾക്ക് കേൾക്കുന്നതും അടിക്കുന്നതും വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വേല ഈ 51 വർഷം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. പാട്ട് ഈ 51 വർഷം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 1970 മുതലുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ ആ കാലഘട്ടങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാമോ? കാരണം അന്നൊക്കെ ഈ നാമധേയ ക്രൈസ്തവർ ഒരുപാട് ചുറ്റുപാടുമുണ്ട്. നമ്മൾ ഇതുപോലുള്ള പെന്തക്കോസ്ത് ബ്രദറൻകാരെന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ വളരെ കളിയാക്കളോടുകൂടെ നോക്കുന്ന ഒരു സമൂഹമാണ് ആയിരുന്നു. അന്ന് അനുഭവിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? അന്ന് പല എതിർപ്പുകളും പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കർത്താവിൻ്റെ വേല പെന്തക്കോസ്തിലെ പല സഹോദരന്മാരും സഹകരിച്ചും ഈ സഭയിലുള്ള ചെറുപ്പക്കാരൊക്കെ കൂടി എന്നും പരസ്യവും ഉണ്ടായിരുന്നു. അന്നൊരു പ്രത്യേകത. എല്ലാ ഞായറാഴ്ചയും യോഗം കഴിഞ്ഞു വിടുന്ന പരിപാടിയാണ് ഇപ്പോൾ പരസ്യയോഗം. ഇതിൻ്റെ ചുറ്റുപാടിൽ മാത്രമല്ല മലയാറ്റൂർ, കോടനാട്, ഇങ്ങനെ ആലാട്ടുകര, കാരിയേരി, പാണങ്കുഴി, കൊമ്പനാട്,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പരസ്യങ്ങൾ ഒത്തിരി നടത്തിയിട്ടുണ്ട്. അത് ചില വർഷങ്ങൾ തന്നെ നടത്തി. പിന്നെ ആ കാലത്ത് ഉണർവും ചെയ്തിനൊന്നും ഇല്ലല്ലോ, അതൊക്കെ നിന്നുപോയിട്ട് കുറേയായി. അന്ന് എല്ലാ ഞായറാഴ്ചയും പരസ്യമായിരുന്നു അത് പ്രത്യേകത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി യോഗങ്ങൾ നടത്തും പരസ്യ സ്ഥലങ്ങളിൽ. പാറ ഉള്ള സ്ഥലത്ത് ചില വീടുകളിൽ വെച്ച് ആളുകളും ധാരാളം കടന്നു വരും. അന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ആൾക്കാർക്കാൻ. അവരോട് ദൈവനം വളരെ വ്യക്തമായിട്ട് പല ദൈവസ്ഥാനം പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുത്തായി കുഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്. ടി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു കൂട്ടുസാറുണ്ടായിരുന്നു, അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുകയും രാത്രി യോഗങ്ങൾ ക്രമീകരിച്ച് ചില സ്ഥലങ്ങളിൽ ആണ്ടിൽ 3 ദിവസം കൺവെൻഷൻ പോയി നടത്താറുണ്ട്. അതെല്ലാം ആളുകളുടെ ശ്രദ്ധയോടെ കേൾക്കുകയും ഞങ്ങളെ മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ മുമ്പോട്ട് ചെറിയ ചെറിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ളൂ. വലിയ എതിർപ്പുകളൊന്നും അധികം ഉണ്ടായിട്ടില്ല. പിതാവ് കുറേ എതിർപ്പുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. തല്ലുകൊണ്ടിട്ടൊന്നുമില്ല, എങ്കിലും മറ്റുള്ളവരുടെ വഴികളും ദൂഷ്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പിതാവ് അതൊന്നും വകവയ്ക്കാതെ താനും അതുപോലെ വിശേഷ വേലയിൽ 25 വർഷം വിശേഷ വേല ചെയ്തു പിതാവ് 70 വയസ്സിൽ കടന്നുപോയി കർത്താവിൻ്റെ അടുക്കിലേക്ക്. അപ്പം അന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താം. പിതാവ് പറഞ്ഞപ്പോൾ പിതാവ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. നിങ്ങൾ വന്നേന്നവർ ചെന്നു. ഒടുവിൽ പറയുന്ന വാക്കുകളാണല്ലോ, ഞാൻ നാളെ കടന്നു പോകും. അവന് കൃത്യസമയം അറിയായിരുന്നു. അത് പിന്നെ അധികം സംസാരിച്ചിട്ടില്ല. നാളെ ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചെന്നു. എനിക്ക് നിനക്ക് തന്നേച്ചാൻ വേറെ ഒന്നും എൻ്റെ കൈവശമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പൻ്റെ വേദവസ്തു എടുത്തുകൊണ്ട് വന്നു. വേദവസ്തം കൊണ്ടുവരാൻ പറഞ്ഞു. വേദവസ്തം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതാണ് തരാനുള്ളൂ, ഇത് നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അപ്പം ഒരു വാക്ക് പറഞ്ഞു, ഇതെടുത്തിട്ട് നീ കർത്താവിൻ്റെ സാക്ഷിയാവണം. നിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തും, അതിലുള്ളതെല്ലാം ഇതിലുണ്ട്. ഈ പുസ്തകം എടുത്തുകൊണ്ട് നടന്നാൽ മതി, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ആ അനുഗ്രഹം എനിക്ക് പിന്നീട് കിട്ടി. വളരെ പ്രയാസം കടന്നു പോയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി. മൂത്തമാന് വെളിയിൽ പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രയാസം തീർന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് തീർന്നത്. പിന്നെ കുറേ കഴിച്ച് വീന് ജോലി കിട്ടി. അവരങ്ങ് കല്യാണം കഴിച്ച് വേറെ പോയല്ലോ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ പിതാവിൻ്റെ ആ വാഗ്ദത്തല്ലേ പിതാവ് തന്ന അനുഗ്രഹം അന്ന് മുതലേയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. ആ കർത്താവിനെ ഞാനും മക്കളുമൊക്കെ സ്നേഹിച്ച് സേവിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി മുമ്പോട്ട് പോകുന്ന ജീവിതത്തോളം ഞങ്ങളെ മാനിക്കുകയും ചെയ്തു. കൂടാതെ പാട്ടുപാടെന്ന് പറഞ്ഞല്ലോ, പാട്ട് സ്വന്തമായിട്ട് എഴുതി അത് പറയാൻ പോവുക. പാട്ടുകൾ പാടി കൊണ്ട് ആദ്യം ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട് ഒരുപാട്, മത്തായി കുഞ്ഞൊക്കെ ഒരുമിച്ച്. പിന്നീട് പാട്ട് എഴുതാൻ തുടങ്ങി. ആദ്യം ഒരു പാട്ട് എഴുതി നോക്കി, അത് എം.എ. ചെറിയാൻ സാറിനെ കാണിച്ചു. പുള്ളിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്, അത് നന്നായിരിക്കും, പത്രോസ് നന്നായിരിക്കുന്നു, പാട്ട് എഴുതണം. അങ്ങനെ ഒരു പാട്ട് എഴുതി. അതേത് പാട്ടായിരുന്നു? വാഴ്ത്തിയിടുമേ എന്നൊരു പാട്ടായിരുന്നു. വാഴ്ത്തിയിടുമേ, അതാണ് ആദ്യം എഴുതിയത്. ആ പാട്ട് സാറ് നല്ലതെന്ന് പ്രശംസിച്ചു. പിന്നെ തുടർന്ന് 25 പാട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്. അതിപ്പോഴും ആളുകൾ പാടുന്ന പാട്ടുകൾ പ്രധാനമായിട്ട് ഒന്നാമത്തെ പാട്ട് പാടുന്നുണ്ട്, ആദ്യം എഴുതിയത് വാഴ്ത്തിയിടുമേ എന്ന് പറഞ്ഞത്. പിന്നെ പല പരസ്യമായ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? വാഴ്ത്തിയിടുമേ, ബാക്കി എന്താണ്? വാഴ്ത്തിയിടുമേ, വാഴ്ത്തും എൻ്റെ നാഥനെ ഞാൻ എന്നും, കീർത്തിച്ചിടും തൻ്റെ ദിവ്യ നാമം, കീർത്തിച്ചിടും തൻ്റെ ദിവ്യ നാമം. വാഴ്ത്തിയിടുമേ എന്നെ തേടി മണ്ണിൽ വന്ന നാഥ, പിന്നെ നിന്നെ വിട്ടു ഞാൻ എവിടെ പോകും? എന്നെ തേടി മണ്ണിൽ വന്ന നാഥ, പിന്നെ നിന്നെ വിട്ടു ഞാൻ എവിടെ പോകും? നിന്നെ മാത്രം നോക്കി ക്രൂശെടുത്തു ഞാനും, വന്നിടുമേ നിൻ പിന്നാലെ എന്നും. ഓ നിന്നെ മാത്രം നോക്കി ക്രൂശെടുത്തു ഞാനും, വന്നിടുമേ നിൻ പിന്നാലെ എന്നും. വാഴ്ത്തിയിടുമേ, വാഴ്ത്തും എൻ്റെ നാഥനെ ഞാനെന്നും, കീർത്തിച്ചിടും തൻ്റെ ദിവ്യനാമം. ഓ കീർത്തിച്ചിടും തൻ്റെ ദിവ്യനാമം. വാഴ്ത്തിയിടുമേ, അതാദ്യം എഴുതിയ പാട്ട്.
പിന്നെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കൂടുതൽ പാടുന്ന വേറൊരു പാട്ടുണ്ട്. അത് ആരാധനയ്ക്കും പാടാം, എപ്പോഴും പാടാവുന്ന ആരാധനയ്ക്ക് പാടുന്ന പ്രത്യേക പാട്ടാണ് അത് അമേരിക്കയിലൊക്കെ പാടുന്നുണ്ട്. അവർ പറയാറുണ്ട് അപ്പച്ചൻ്റെ പാട്ട് ഞങ്ങളിവിടെ പാടാറുണ്ട്. അവർ വല്ലപ്പോഴും കാണുമ്പോൾ എത്രയല്ലോ ഉന്നയിച്ചു. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പമിരുത്തിതൻ കൂടെ, കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പമിരുത്തിതൻ കൂടെ. അപ്പ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. അപ്പ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇങ്ങനെ 25-ലധികം പാട്ടുകൾ പാട്ട് എഴുതിയിട്ട് അത് മിക്കവാറും പാടുന്നുണ്ട് എല്ലാവരും. ഇവിടെ ഞങ്ങൾ പാടുന്നുണ്ട്, ഇവരെയും പാടുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ കോളത്തിന് 25-ലധികം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ സമ്മാനിച്ച ബഹുമാനപ്പെട്ട സുവിശേഷകനാണ് MJ പത്രോസ്. ഇപ്പോൾ 93 വയസ്സായി, ഇപ്പോഴും നല്ല ആരോഗ്യവാനായി മീറ്റിങ്ങുകളൊക്കെ പോവുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. പാട്ടും പാടും കേൾക്കുവാനായിട്ട് കഴിഞ്ഞ 51 വർഷമായിട്ട് സുവിശേഷ വേലയിൽ നിൽക്കുന്നു. സുവിശേഷ വേലയിൽ ആരംഭകാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകൾ ളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആരംഭ കാലഘട്ടങ്ങളിൽ അന്ന് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സമയമൊന്നുമല്ല. അന്ന് ആദ്യകാലങ്ങളിൽ ആ കാലങ്ങൾക്ക് വളരെ ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന അവസ്ഥകളാണ്. മറ്റു വരുമാനമൊന്നുമില്ലല്ലോ. ദൈവം അത്ഭുതമായി നടത്തിയ അനേക കാര്യങ്ങളുണ്ട്. ഒന്നല്ല, അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ട് അനുഭവിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ദൈവം ഒരുക്കിയ അനേക സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ചിലത് മാത്രം ചുരുക്കം പറയാം. ഒന്ന്, എനിക്കൊരു സ്ഥലത്ത് പോകണമായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞുള്ള കാര്യം, ആദ്യത്തെ മറന്നുപോയി. രാവിലെ പോകണം, രാവിലെ ചെല്ലാമെന്ന് പറഞ്ഞേക്കാതെ പോകാൻ പൈസയില്ല. അങ്കമാലിക്ക് വേണം, പൈസയില്ല. എങ്ങനെ പോകുമെന്ന് അറിയാനും പാടില്ല. 10 രൂപയുണ്ട് ആകപ്പാടെ കയ്യിൽ. 100 രൂപ വേണം. അന്നത്തെ നിലയിലാണ്. 100 രൂപ കയ്യിലില്ല. അവിടെ നിന്ന് കിട്ടും. ആരോട് ചോദിക്കും? ആരോടെ കട ചോദിച്ചാൽ 100 രൂപ നമുക്ക് തരില്ല. അത്ര വരുമാനമില്ലല്ലോ. അപ്പം എങ്ങനെ പോകുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെ ഒന്ന് കുറുപ്പമ്പടി ഒരു യോഗം ഉണ്ടായിരുന്നു, രാത്രി യോഗം. അപ്പോൾ അതിൽ പോയി സംബന്ധിക്കാം. ആരോ ഒന്ന് നടത്തുന്നൊരു യോഗമാണ്. ആ ഒരു ശലൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി യോഗം കഴിഞ്ഞപ്പോൾ ആ സഭയിലൊരു സഹോദരൻ പോക്കറ്റിൽ കൊണ്ടുവന്ന് അയാളുടെ ഇട്ടു. അതുകൂടെ അതെടുത്ത് നോക്കി, കൃത്യം 100 രൂപ. ദൈവത്തെ സ്തുതിച്ചു. അന്ന് എൻ്റെ പാട്ട് എഴുതി. എന്നെ അറിയുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെന്നും മാറാത്ത ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എന്നെന്നും മാറാത്ത ദൈവം, എന്നെ നടത്തുന്ന ദൈവം, അറിയാത്ത വഴികളിൽ നടത്തും, തീരാത്ത സ്നേഹത്താൽ നിറയ്ക്കും, വീഴാതെ മരുഭൂവിൽ കാക്കും, എന്നെ നടത്തുന്ന ദൈവം,
വീഴാതെ മരുഭൂവിൽ കാക്കും എന്നെ നടത്തുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, എന്നെ കരുതുന്ന ദൈവം, എന്നെന്നും മാറാത്ത ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എന്നെന്നും മാറാത്ത ദൈവം, എന്നെ നടത്തുന്ന ദൈവം. ഇങ്ങനെ 25-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? 25-ലധികം. പുസ്തകങ്ങളല്ലോ എഴുതിയിട്ടുണ്ടോ? പുസ്തകം 2 എഴുതിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് പ്രസംഗക്കുറിപ്പുകൾ, ഒരു 100-120 ഉണ്ട്. ഒത്തിരി വലിയ പുസ്തകമല്ല, എങ്കിലും സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്നതാണ്. സിമ്പിളായിട്ടുള്ള ലളിതമായ വിഷയങ്ങളാണ്. 100-120 കാണും. ഒന്ന്. പിന്നെ ഒരു കാര്യം പറയാൻ പോകും, പുതിയ കാര്യം. ഞാൻ എഴുതുന്ന ഒരാളാണ്. ലേഖനങ്ങൾ ഇപ്പം 300 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 300 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഏതാ, ഈ ഏത് മാസികയിലാണ് എഴുതുന്നത്? സുവിശേഷധ്വനി എന്ന ഞങ്ങളുടെ ഒരു മാസികയുണ്ട്. സുവിശേഷൻ മാസികയിൽ ഒത്തിരി ആൾ എഴുതി. ചെറിയാൻ സാറിൻ്റെ. പിന്നെ ഇവരുടെ ബാപ്റ്റിസ്റ്റുകാർ വേദകാഹളം, അതിൽ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ സുവിശേഷധ്വനി ചില ഒരുപാട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വേറെയും ചില പുസ്തകം കാണാം. പേരൊക്കെ മറന്നുപോയി. 5-6 മാസികയിൽ എഴുതിയിട്ടുണ്ട്. കൂടുതൽ എഴുതിയിരിക്കുന്നത് സുവിശേഷയിലും സുവിശേഷധ്വനിയിലുമാണ്. തിരുനെല്ലി ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ എഴുതിക്കൊണ്ട് സുവിശേഷധ്വനിയിൽ. ഇടയ്ക്കിടയ്ക്ക് ആണ്ടിലൊരു 3-4 വിഷയങ്ങളും എഴുതുമായിരുന്നു. അതവർ ഞാൻ 92 വയസ്സായപ്പോഴേ ഇനി എഴുത്ത് നിർത്താമെന്ന് പറഞ്ഞു. സുവിശേഷധ്വനിയിലെ വരിക. അപ്പോൾ 10ാം തീയതി പറഞ്ഞു നിർത്താനൊക്കില്ല എന്ന്. എന്താ സാറേ എങ്ങനെ പറയണത്? പത്രോസിൻ്റെ ലേഖനം ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആൾ വായിക്കണം. ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ, ചിന്താഭാരത്തിലിരിക്കുമ്പോൾ ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും പത്രോസിൻ്റെ ലേഖനം ഇട്ടുന്നത്. അത് പലർക്കും ആശ്വാസമുള്ളതാണ്, പ്രത്യാശ തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്, ദുഃഖങ്ങൾ തീരുന്നതാണ്. അതുകൊണ്ട് 10 ദിവസം എഴുത്ത് നിർത്താൻ പറ്റില്ല. എത്ര കാലം എഴുതാൻ പറ്റും അത്രയും കാലം എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എഴുതി. ഇപ്പോൾ 93 കിടന്ന് എഴുത്ത് നിർത്തി. ഇപ്പോൾ വേറെ കുഴപ്പമെന്നാന്നോ, വേദപുസ്തകം വായിക്കാൻ പാടില്ല, കണ്ണറിയാൻ പാടില്ല, എഴുതാനും ബുദ്ധിമുട്ടാണ്. വേദപുസ്തകം കണ്ണറിയാൻ ഒരക്ഷരം വായിക്കാൻ പാടില്ല, ഒരു അക്ഷരം അറിയാൻ പാടില്ല. കയ്യെഴുത്ത് വലിയ അക്ഷരം മാത്രം വായിക്കാം. അങ്ങനെയുള്ള പ്രയാസത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ ക്ഷീണിച്ചു തളർന്നു പോകാതെ യോഗങ്ങളൊന്നും മുടക്കുന്നില്ല. എല്ലാ യോഗങ്ങളും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അവർ ഈ പാട്ട് നേരത്തെ നമ്മൾ പാടിയത് ഇപ്പോഴും യോഗങ്ങളിൽ പാട്ട് പാടുന്നുണ്ട്. കുറഞ്ഞൊരു 3 പാട്ടെങ്കിലും ഞാൻ പാടും യോഗങ്ങളിൽ, എല്ലാ യോഗങ്ങളിലും അങ്ങനെ പാടുന്നുണ്ട്. അതെല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ ദൈവവചനം കുറച്ച് പ്രസംഗിക്കും. എൻ്റെ വിഷയങ്ങൾ പോയിൻസുകൾ അധികം. പോയിൻസ് ഇപ്പോൾ വരുവീൻ എന്നാണെന്ന് വിചാരിക്കുക. അധ്വാനിക്കുന്നതും ഭാരിക്കുന്നതും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അപ്പോൾ എന്തിനാണ് വിളിച്ചത്? അതിനൊരു 4 പോയിൻ്റ് വേണം. 1 ആശ്വസിപ്പിക്കാൻ വിളിച്ചു, 2 വിരുന്നിലേക്ക് വിളിച്ചു. അങ്ങനെ വരാതെ ഒരു 5 പോയിൻ്റ് ഒരു വിഷയത്തിൽ കാണും. അങ്ങനെയാണ് വിഷയം എഴുതിയിട്ടുള്ളത്. അതുപോലെ മടങ്ങി വരിക എന്നാണെങ്കിൽ മടങ്ങി വന്നതിനെക്കുറിച്ച് എഴുതും. അങ്ങനെയുള്ള പോയിൻറ്റ്സാണ് അത് എഴുതിയിട്ടുള്ളത്. അത് പലർക്കും സന്തോഷമാണ്. ഞങ്ങൾക്കതിനെ വേദവസം പഠിക്കാനും അപ്പച്ചൻ്റെ ഈ വിഷയം സഹായകരമായി തീരുന്നു. ഇനി എഴുതുന്നത് പലരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്രയൊക്കെ സാധിപ്പിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു വെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ പിന്നെ എന്നെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് ചെറിയാൻ സാറാണ്. ചെറിയാൻ സാറിന് അത്യാവശ്യ മാസിൽ 5-6 വർഷമല്ല 8-10 വർഷം എഴുതി. സാറ് അതിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ മുഴുവൻ പ്രസംഗ പീഠം എന്നുള്ള വിഷയത്തിലാക്കിയിട്ട് സാറ് പ്രസംഗ പീഠം. അതിന് മുഖവര ഉണ്ടാവും, ഉപസംഹാരം ഉണ്ടാവും. അപ്പോൾ പത്രോസിൻ്റെ ലേഖനം വളരെ നന്നായിരിക്കുന്നു, എഴുതുന്നു, അങ്ങനെയൊക്കെയാണ് എഴുതിയത്. സാറ് മരിച്ചപ്പോൾ അതിലെഴുതി നിർത്തി. പിന്നെ സുവിശേഷത്തിന് സ്ഥിരമാക്കി, അത് എഴുതി. പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അത് നിർത്തി. അങ്ങനെ പാട്ട് എഴുതി, ലേഖനങ്ങൾ എഴുതി. ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു. ഈ 50 വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള വെല്ലുവിളികൾ എന്താണ്? പ്രധാന വെല്ലുവിളികൾ
വെല്ലുവിളി വലിയ തടസ്സങ്ങളായിട്ടുള്ള വെല്ലുവിളി അധികം ഉണ്ടായിട്ടില്ല. പിന്നെ ചിലരൊക്കെ ചെറിയ കളിയാക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ വയറ്റ് പിഴപ്പിൽ കിടക്കുകയാണ് അങ്ങനെയൊക്കെ പറയും. കൺവെൻഷൻ പരിശോധന പോകില്ലേ, അപ്പോൾ പരിശോധന കഴിയുമ്പോൾ വയറ്റിപ്പിഴാണ് വല്ലതും പറഞ്ഞേച്ചു കേട്ടോ പാവകള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പം ഞങ്ങളത് വ്യക്തമാക്കും, ഞങ്ങൾ ഒരു വയറ്റുപിഴപ്പിന് അതല്ല, കർത്താവിൻ്റെ വചനം അറിയിക്കാൻ വന്നതാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, എല്ലായിടത്തും വന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്, അത് എല്ലാവരോടുള്ള ക്രിസ്ത്യൻസിനോടൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് പറയും. അങ്ങനെയുള്ള വെല്ലുവിളികളും പ്രതികൂലങ്ങളൊക്കെ കൊണ്ടുണ്ടല്ലോ, ആരിൽ നിന്നും ഒരു പീഡകളോ തല്ലോ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. 1970-80 കാലഘട്ടങ്ങളിലൊക്കെയുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2024 എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ വാഷനായി മാറി. ഒരു പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചിലെ രോഗശാന്തി ശുശ്രൂഷകർ എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഷനായി മാറി. അപ്പോൾ അതിൽ ഒരുപാട് പിന്നെ ഗുണകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1970-80 കാലഘട്ടങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനവും ഇപ്പോഴത്തെ ഒരു സുവിശേഷ പ്രവർത്തനം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നത്? ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാരമായിരുന്നൊരു വിഷയമായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ട് ആരും ഒന്നിനും പോകാറില്ല. അപ്പോൾ ഞായറാഴ്ച ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യം ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരെല്ലാവരും തന്നെ വരും, വേറെ ഒന്നിനും പോകില്ല, വേറെ അവരുടെ കാര്യത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകില്ല. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ രാത്രിയോഗം വെച്ചാലും കുറേ പേരൊക്കെ വരും. മറ്റേ രാത്രിയോഗം എന്ന് പറഞ്ഞാൽ പരസ്യയോഗം എന്ന് പറഞ്ഞാൽ ഒക്കെ കഴിയുന്നിടത്തോളം ആളുകൾ വരും. മഴയോ പ്രതികളൊന്നും പ്രശ്നങ്ങളല്ല. അന്ന് ഏത് മഴയോ എന്ത് പ്രതികളുണ്ട്, അന്ന് സാറിന് പണിക്കൊക്കെ പോയിട്ടാണ് എല്ലാവരും. പിന്നെ അങ്ങനെയുള്ളവരാണ് അംഗങ്ങൾ, ജോലിയൊന്നും ഉള്ളവരല്ല എന്നുള്ളവർ. ആ പണിക്കെല്ലാം പോയിട്ട് അന്ന് വൈകുന്നേരം വരെയാണ് പണി, രാവിലെ വൈകിട്ട് വരെ പണിയിടാം. ആ പണി നിർത്തിയിട്ട് കുളിച്ച് അവർ സന്ധ്യയോടുകൂടി മഴയായാലും കൊള്ളാം എന്തായാലും കൊള്ളാം യോഗം ഉപേക്ഷിക്കില്ല. ഈ മഴയും എല്ലാം സഹിച്ച് യോഗത്തിന് വരും. അത്രമാത്രം ആവേശമായിരുന്നു ആ കാലങ്ങളിൽ. ഇന്നിപ്പോൾ ഒന്നുമില്ലല്ലോ, ഇപ്പോൾ നടക്കൂലല്ലോ. പാണങ്കുഴി വരെ ഇപ്പോൾ നടക്കൂല ആരും. അന്ന് പാണങ്കുഴിയല്ല, വേങ്ങൂര്, കോടനാട്, പാണിയേലി, മീൻപാറ, അങ്ങനെ 3-4 കിലോമീറ്റർ ഉണ്ട് ഇതിന്. ഈ 4 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. കുറുപ്പുംപടി നടന്നുപോയിട്ടുണ്ട് യോഗം നടത്താൻ. കുറുപ്പുംപടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇപ്പോൾ 9 മൈലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അന്ന് സഹിച്ചിട്ടുണ്ട്. അന്ന് അതിനാർക്കും നിർബന്ധിക്കണ്ട. യോഗം ഉണ്ടോ എന്ന് ചോദിക്കില്ല, അല്ലാതെ യോഗം അങ്ങോട്ട് എങ്ങനെയാണ് പോകണമെന്ന് ചോദിക്കില്ല ആരും. അത് കർത്താവ് എഴുന്നേറ്റ് സഹിക്കാൻ തയ്യാറാണ്. ആ കാലങ്ങളൊക്കെ പോയി. എല്ലാം വലിയ ഫാഷനായി മാറി. ഇപ്പോൾ ഇവിടെ പാണങ്കുഴി യോഗത്തിലാണെങ്കിൽ കാറ് വേണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വേണം, അല്ലെങ്കിൽ ബൈക്ക് വേണം. അല്ല ആരും അല്ലെങ്കിൽ വരില്ല. എന്താ പറയാനെന്ന് വെച്ചാൽ വണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറയും, വണ്ടി ഇട്ടില്ല എന്ന് പറയും. അവരൊരു മഴ പെയ്താൽ വരില്ല, വണ്ടി ഇല്ലെങ്കിൽ വരില്ല. മറ്റേ ഞങ്ങൾ പാണങ്കുഴി പ്രവർത്തനം തുടങ്ങിയപ്പോൾ നടക്കരുത് അങ്ങോട്ട് കൊടുക്കും. പാണങ്കുഴിയിലാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. 25 വർഷമായി, 26 വർഷമായി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അന്ന്. അവൻ മിക്കവാറും അവിടെ യോഗം ഉണ്ടോ നടന്നാനെ. അന്ന് ഓട്ടോറിക്ഷയിലോ അങ്ങനെ ഒന്നും മേടിക്കാൻ പൈസ ഉണ്ടോ, ഒഴിച്ചുകൂടാത്തുള്ള ആവശ്യത്തിന് മാത്രം വിളിക്കും, ഇത്രേ ഉള്ളൂ, ബാക്കി നടക്കും. അങ്ങനെയായിരുന്നു അന്ന്. ആ താല്പര്യമൊന്നും ഇല്ല. ഇന്നിപ്പോൾ കാറ് ഇവിടുത്തെ ഭാഷ അനുസരിച്ചൊക്കെ വേണം. കാറും സൗകര്യമൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ യോഗത്തിന്. ഇപ്പോൾ ഈ പുതുതായിട്ട് ഇപ്പോൾ ഈ സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകരോട്, ചെറുപ്പക്കാരോട്, 20 വയസ്സ്, 22 വയസ്സ്, 30 വയസ്സൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ സുവിശേഷ വേലയിൽ വളരെ ശക്തന്മാരായി നിൽക്കുന്നവർ, പുതുതായിട്ട് ഇറങ്ങുന്നവർ, ഇവരോടൊക്കെ എന്താണ് ഒരു ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ച്? 91 വയസ്സുണ്ട്, 50 വർഷത്തിലധികം സുവിശേഷ വേലയിൽ പരിചയമുണ്ട്. ഈ ഒരു അനുഭവവും ദൈവം നടത്തിയ വഴികളെയൊക്കെ വെച്ച് എന്താണ് ഇവർക്ക് ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? എന്താണ്? കർത്താവിൻ്റെ വേല കർത്താവ് ഏൽപ്പിച്ചതാണ്. പ്രതികൂലമായ പ്രയാസമോ അല്ലാതെ വിഷയം അത് കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള പോക്കുവഴികൾ, പ്രതികൂലങ്ങളെ സഹിക്കാനുള്ള കഴിവ്, ആവശ്യങ്ങൾ ദൈവം തക്ക സമയത്ത് എവിടെയെങ്കിലും കരുതും, നടത്തും. ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് പട്ടിണിക്ക് ഞാൻ അത്താഴം വെച്ചില്ല എന്നാരും പറയില്ല. അതിന്ന് വെച്ചില്ലായിരിക്കും, അടുത്ത നേരത്തേക്ക് എനിക്ക് തരും, ദൈവം കരുതും. വേറെ ഇന്നിപ്പോൾ അങ്ങനെ ആർക്കും
ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല 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 ഇപ്പൊ എവിടെ ഏത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ 500 രൂപ 1000 രൂപ കിട്ടും കിട്ടുന്ന കിട്ടും ഒരു കിട്ടും അവസ്ഥയിലേക്ക് വന്നു. കിട്ടും വന്നു പണ്ട് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഏറ്റവും കൂടിയത് 10 രൂപ 2 രൂപയൊക്കെയാ. അന്നൊക്കെ എനിക്ക് സമ്മാനം തന്നെ പിന്നെ 2 രൂപ 3 രൂപ 5 രൂപ കൂടിയത് തന്നെ. പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ കൂടുതലും ഈ തീറ്റയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഭക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഏത് മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാലും മീറ്റിംഗ് കഴിയുമ്പോൾ നല്ല ഭക്ഷണം, ഒരു വലിയ ഭക്ഷണമാണ് അവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന വെക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നിപ്പോവും. ആ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ്. അതിന് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ? ഒരു കൊടുക്കാനും മനസ്സുണ്ട്, തിന്നാനും മനസ്സുണ്ട്. തിന്നാനും കിട്ടുന്ന കാപ്പിയുണ്ട്, അല്ലെങ്കിൽ ഊണുണ്ടാവട്ടെ എന്നൊരു ധാരണയോടെ പോണതും. അതിന് ദൈവം കൊടുത്തിട്ടുണ്ട്, അവരെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണു. പണ്ട് കാലത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് പറഞ്ഞ പോലെ പലതും കഷ്ടപ്പെട്ടാണല്ലോ. ഞാനൊരിക്കലേ മറ്റൊരെണ്ണോട് പറയാതെ ക്യാമ്പിന് YF-ൻ്റെ ക്യാമ്പുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ശരിക്കും വേറെ തിരിഞ്ഞോന്ന് ഓർമ്മയില്ല. ക്യാമ്പിന് അന്നും പോവും കുറേ കഴിഞ്ഞപ്പോൾ. അന്ന് പോകാനായിട്ടേ കോളേജിലായിരുന്നു ക്യാമ്പ്. ഒരു കൂട്ടം ഡ്രസ്സേ ഉള്ളൂ ആകപ്പാടെ. ക്യാമ്പിന് പോയി 2 ദിവസം നിൽക്കണേന് 2-3 ദിവസം ഒരു കൂട്ടം പോലും 2 വേണ്ടേ? ഇല്ല, ഒരു ഷർട്ടുള്ളൂ ആകപ്പാടെ. അതൊന്നും വക വെച്ചില്ല, പോകാൻ തീരുമാനിച്ചു. എങ്ങനെ ഷർട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. വാളകം കവലയിൽ പോയി ഇറങ്ങി ഇവിടുന്ന് പെരുമ്പാവൂരിന്ന് ബസ്സിൽ കയറിയിട്ടാണ് കോളേജിലേക്ക് വേറെ വണ്ടി കയറണം. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആ സഭയിലുള്ള അല്പ സാമ്പത്തിക സഭയുള്ള ഒരു സഹോദരി നേരെ വരിക. ഓ സ്വതന്ത്രം 10 ദിവസം കണ്ടു നന്നായി, ഇത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞു. അത് കണ്ടു നന്നായി എന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് എന്നാന്നോ അപ്പം തന്നെ ഒരു സംഭാവന വന്നു. ആ സംഭാവന കണ്ട് വണ്ടി ഇറങ്ങിയുള്ളൂ, ഇറങ്ങിയ വഴി അവരെ കണ്ടേ. ആ സംഭാവന അപ്പം തന്നെ തുണി മേടിച്ചു. ഷർട്ടിന് തുണി മേടിച്ചു. തുണി മേടിച്ച് അവിടെ കൊടുത്തിട്ട് ആ ക്യാമ്പിലേക്ക് പോയേ. അവരോട് പറഞ്ഞു നാളെ എനിക്ക് വേണം ഷർട്ടിന് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. നാളെ തരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നു. ആ ഷർട്ട് പിറ്റേ ദിവസം ഇട്ടു. ദൈവത്തിൻ്റെ വഴി ഇത് വിചാരിച്ചാണ് അവിടെ നിന്ന് പോയേ. വിശ്വസിച്ചല്ലേ പോയേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വാക്യം വെറുതെ ചോദിച്ചേക്കല്ല, വിശ്വസിച്ചിറങ്ങണം. അതിന് 2 ഷർട്ട് കിട്ടിയിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ലായിരുന്നു. പോക്കുണ്ടാവില്ല, ഷർട്ടും കിട്ടൂല. ഇത് ചോദിച്ചറിയുമ്പോൾ ദൈവം അവിടെ ദൈവം അത് കണ്ടു. ദൈവം അവിടെ ഒരാളെ ഒരുക്കി കിട്ടുന്നു ആ കൃത്യത്തിൽ. ഞാൻ വണ്ടി ഇറങ്ങി ഇയാളവിടെ നിൽക്കണം ഒപ്പം. അത് പോയതിനേപ്പം കഴിഞ്ഞ്. അപ്പം ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ 1-2 പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ അനുഭവങ്ങളെ പങ്കുവെക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. ആട്ടെ, ഇനിയും മഴ വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചും കർത്താവിൻ്റെ വേലയെക്കുറിച്ചൊക്കെ ചില വാക്കുകളിലും പറയാനിടയാൽ വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രകൃതി നമുക്കൊരു പ്രതികൂലമായി മഴ വരാൻ പോവാ. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചില അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇനിയും ഇതുപോലുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. തൽക്കാലം